ഒരു ജട്ടി എടുക്കാൻ ഞാൻ ആ ഗ്യാങ് ഹൗസിൽ കേറി എന്നുള്ള ശരിയാ. ഗ്യാങ് ഹൗസിന്നോ? എന്താ പറയണേ? ചന്ദ്രൻ വാറിനിടുന്ന ജെട്ടിയാണത്. തൊട്ടിത്തരം പറയല്ലേ. ജട്ടി ഇടാത്ത ആളുകളുടെ അടുത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? നീ അതവളുടെ സമയേ എന്റെ അമ്മേ. അണ്ണാ പിന്നെ ഞാൻ വിളിച്ചതിന്റെ കാര്യം എന്താന്ന് വെച്ചാലണ്ണാ, പറഞ്ഞോ. ഞാനിന്ന് സിറ്റി വന്ന സമയത്ത് ഗ്യാങ് ഹൗസിന്റെ വാതിക്കാണ് ഇതാക്കിയത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് സിറ്റിയില് എന്താണ് ഗ്യാങ് ഹൗസിൽ പെമ്പിള്ളാരെ കയറ്റി കൊടുക്കും. അതെ, ഞാൻ നോക്കിയപ്പം അലീന, ദേവക്കുട്ടി രണ്ടെണ്ണം കൂടെ ഇറങ്ങി വരുന്നു. എന്നിട്ട് ഇതില് രണ്ടുപേരും മിസ്സിംഗ് ആണ്. ഒന്ന് എലി, സൂര്യബോസ് അവിടെ ഉണ്ടായിരുന്നു. ഗ്യാങ് ഹൗസിന്നോ? ഗ്യാങ് ഹൗസിന്ന് ഓ ഇങ്ങോട്ടോ നേരത്തെ നമ്മള് നേരത്തെ സംസാരിച്ച മാറ്റർ അണ്ണാ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്യാങ് ഹൗസിന്റെ വാതിക്കലാണ് ഞാൻ ഇന്ന് വന്നത്. ഗ്യാങ് ഹൗസ് കയറിയപ്പോഴത്തേക്ക് എലിയല്ല ദേവക്കുട്ടി അലീനെ കൂടെ എടുത്തോണ്ട് വന്ന്. ഞാൻ ചോദിച്ചാൽ പെർമിഷൻ ഇല്ല എന്തിനും ഗ്യാങ് ഹൗസ് കയറി. അപ്പൊ പറഞ്ഞു ചന്ദ്രന്റെ ഷഡ്ഡി എടുക്കാൻ കയറിയാന്ന്. ചന്ദ്രൻ പെർമിഷൻ തന്നു. ചന്ദ്രൻ ഇന്ന് സിറ്റി വന്നിട്ടില്ല. അപ്പൊ എന്നിട്ട് ഇവർ രണ്ടുപേരും പോയേ. ഇത് കഴിഞ്ഞ് SRK എന്ന് പറഞ്ഞ ഇതില് സൂര്യബോസ് എലി ഉണ്ടായിരുന്നു. ഗ്യാങ് ഹൗസ് കയറിയില്ല, സൂര്യബോസ് എലി ഉണ്ടായി. ഇവർ രണ്ടുപേരും വേറെ വഴി ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ ഇത് കൺഫേം ചെയ്യാനായിട്ട് എലി എടുത്ത് എന്നിട്ട് ചോദിച്ച് അലീന എടുത്ത് എന്നിട്ട് ചോദിച്ചു, അലീന സത്യം ചെയ്യും, ചന്ദ്രനാണ് സത്യം ചെയ്യും, എലി ഗ്യാങ് ഹൗസിൽ കയറിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രനാണ് സത്യം ചെയ്യും. ഞാൻ പറയാം അലീനയുടെ അച്ഛനാണ് സത്യം ചെയ്യുന്ന പറഞ്ഞു. അത് കഴിഞ്ഞ് സൂര്യബോസ് ആണ് സത്യം ചെയ്യുന്ന പറഞ്ഞപ്പോ സൂര്യബോസ് എന്റെ പേര് പരന്തുവാസു. എന്റെ ഗ്യാങ് ഹൗസിനകത്ത് നിന്ന് അതിക്രമിച്ച് കയറിയെന്ന് അറിഞ്ഞായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിച്ചാ. സോറി ബ്രോ, ഞാൻ കേറിയിട്ടില്ല. അത് കയറിയത് എന്റെ കൂടെയുള്ള കൂട്ടുകാരിയാണ്. അത് അവളുടെ കാമുകന്റെ ജട്ടി കഴുകാൻ വേണ്ടി ജട്ടി എടുക്കാൻ കയറിയതാണെന്നാണ്. ഓ, നിന്റെ കൂട്ടുകാരുടെ കാമുകന്റെ ജട്ടി നീ ഡെയിലി വന്ന് കഴുകാറുണ്ടോ അവള് അതിനകത്ത് വന്ന്? അവൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു കാമുക ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജട്ടി കഴുകും. കാരണം ആ നാറിക്ക് ജട്ടി കഴുകി ശീലമില്ല. കഴുകാത്ത ജട്ടി ഇട്ടുകൊണ്ടാണ് നടക്കാറ്. അതൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ ചെയ്യണം. അതൊക്കെ ഗ്യാങ് ഹൗസിനകത്ത് വന്നിട്ടല്ല ജട്ടി കഴുകുന്നത്. പിന്നെ ഇനി ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് ഇനി നിന്റെ കൂട്ടുകാരി കയറിയാലും ആര് കയറിയാലും അവളെ കേൾപ്പിക്കാൻ പറ്റുന്ന ബ്രോ. എനിക്ക് ഇതിനകത്ത് ഒരു ബന്ധമില്ല ബ്രോ. എനിക്ക് കാമുകനുണ്ട് ജട്ടി കഴുകാൻ. കൂടെ നടക്കണതല്ലേ അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? നിങ്ങൾ വിളിച്ചു പറയൂ ബ്രോ. കള്ളിന്റെ കുഞ്ഞമ്മയുടെ മോളടാ. കൂട്ടുകാരെ കണ്ടില്ലെങ്കിൽ ടിവിയുടെ ഗ്യാങ് ഹൗസിനകത്ത് കത്തിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാ മതി കേട്ടാ. ജട്ടി കഴുകിയിടാൻ പറ. എന്തിനാണ് ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് കഴിയിപ്പിക്കുന്നത്? സ്വന്തമായി കഴുകാനുള്ള കഴിവില്ല. കഴുകാത്ത ചട്ടിയുള്ള എല്ലാവരുടെയും പോയി കഴുകി കൊടുക്കുവോ? നിങ്ങൾക്ക് 2-3 ഗേൾ ഫ്രണ്ട്സ് ഇല്ലേ? എനിക്ക് കോഴികളൊക്കെ എന്നോട് എന്തിനാണ് പറയട്ടെ അണ്ണാ, ഗ്യാങ് ഹൗസ് മൊത്തം വൃത്തിയുടെ കിടക്കുന്നു. ചെന്ന് കയറിയപ്പോ അവിഞ്ഞ നാറ്റമൊക്കെ അതിന്റെ അകത്ത്. അതെന്താ? ഇവരെന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഗ്യാങ് ഹൗസ്? വൃത്തിയുടെ കിടക്കുന്നത്. ഹലോ Sir, please come near the waterfalls, okay? Oh, coming. Yes, sir. Please come alone. എടാ നിങ്ങളിവിടെ ഉണ്ടാവോ? എനിക്കൊരു 10 മിനിറ്റ് സമയം വേണം. ഞാൻ ഇപ്പൊ വരാവേ. കോച്ചിന് എന്റെ നമ്പർ അറിഞ്ഞൂടെ? 3333 അയക്ക്. அது அனுப்பிச்சா போக மாட்டேங்குது. அதனாலதான் உனக்கு அனுப்ப சொல்றேன். കോച്ചിന്റെ നമ്പർ പറഞ്ഞേ. 505. ക്രിയേറ്റീവ് ഹായ് വന്നാ മെസ്സേജ് வரலல. ഹലോ അണ്ണാ. ഹലോ അലീന പറഞ്ഞു. അലീന ഒരു ജട്ടി എടുക്കാൻ ഞാൻ ആ ഗ്യാങ് ഹൗസിൽ കേറി എന്നുള്ള ശരിയാ. അലീന ഗ്യാങ് ഹൗസിലെ പെണ്ണുങ്ങൾ കേറാൻ പാടില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ അലീന? അണ്ണാ എന്നോട് ചന്ദ്രൻ പറഞ്ഞു. ഇത്രയും നാളെ ചന്ദ്രന്റെ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു കാര്യമില്ല. മോന്റെ കാര്യത്തിലോ നിങ്ങളുടെ ദാമ്പത്യത്തിന്റെ കാര്യത്തിലോ എന്തിനെങ്കിലും ഞാൻ തലയിടാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അതവളുടെ സമയേ എന്റെ അമ്മേ. അല്ല പറയുമോ അലീന?
ഞങ്ങള് ഞാനേ- ഞാൻ അത്രയും ഇതായിട്ട് കീപ്പ് ചെയ്ത ഒരു കാര്യമല്ലേ ഞങ്ങളുടെ ഗോഡ് ഫാദറിനോട് ഞാൻ എന്ത് പറയും അലീന ഇതെല്ലാം ഞാൻ പറയുന്ന ഒന്ന് കേക്കോ ഞാൻ പറയണ ഒന്ന് കേക്കോ ഗോഡ് ഫാദർ ജട്ടിയിടല്ല നീ 2 ജട്ടി തയ്ച്ചു കൊടുക്ക് അങ്ങനെ എന്തൊക്കെ വലിയ അറിയണം ജട്ടി വെച്ച് എന്തൊക്കെ കൊടുക്കാം, അല്ലേ? അറിയണം എന്തൊക്കെ അലീന ഞാൻ അലീനയുടെ അടുത്താണ് സംസാരിക്കണം അത് പ്ലീസ് എനിക്ക് reply- ആ ഓക്കെ വാസണ്ണ ഞാൻ പറയണ ഒന്ന് കേക്കോ ആ പറഞ്ഞോ ചന്ദ്രൻ വാറിനിടുന്ന ജെട്ടിയാണത് ജോക്കിയുടെ ജെട്ടിയാണത് അതിട്ടാലേ വാറ് ജയിക്കുള്ളൂ എന്നുള്ള ഒരു സാധനം ചന്ദ്രന്റെ മനസ്സിലുണ്ട് അത് കഴുകിയിട്ടു ആ സമയത്ത് മഴയുണ്ടായിരുന്നു ക്ലിപ്പ് ഇട്ടിട്ടില്ല പറന്നു പോകുന്നുള്ള ഒരു പേടി കാരണം എന്നോട് പറഞ്ഞു അപ്പൊ ഒരേ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതെങ്കിലും ചെയ്തുകൂടെ വാസു? ഒന്നിലധികം ഗേൾ ഫ്രണ്ട് ഉള്ളവർക്ക് ഇത് മനസ്സിലാവത്തില്ല അലീന. ജട്ടി പോലും മനസ്സിലാക്കാത്ത മനുഷ്യന്മാരാണ് ഈ നാട്ടിലുള്ളത്, അറിയോ നിനക്ക്? ജെട്ടിയല്ലേ വാസുണ്ണ എന്തോ ആയിക്കോട്ടെ വാസവണ്ണന് ജട്ടിയോ ഇല്ലേ? കുട്ടിയോ എന്തോ എനിക്ക് ജട്ടിയുണ്ട് പിന്നെ എന്തോ ആയിക്കോട്ടെ അലീന അതുകൊണ്ടല്ല നിങ്ങൾ എന്തിനു കേറി ആ സൂര്യബോസിനെ വിട്ടെടുപ്പിച്ചുകൂടായിരുന്നോ അവൻ എത്തത്തില്ല എന്ത് നാളിലാ കിടക്കുന്ന ജെട്ടി അറ്റ്ലീസ്റ്റ് എത്തത്തില്ല വാസണ്ണ ഒരു പണിയില്ലാതെ കോച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നു കോച്ചിനെ വിളിച്ച ജട്ടി ഒന്ന് മറിച്ചിടാൻ പറഞ്ഞ ആരുമില്ലായിരുന്നു മനസ്സിലാനാ? ചെട്ടി നനയൂലേ വാസുണ്ണ എന്താ പാർന്നിടാനുള്ളതല്ലേ അല്ലെങ്കില് അലീന ജട്ടി ഇടാത്ത ആളുകളുടെ അടുത്ത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? നീ കോള് കട്ട് ചെയ്യാ അലീന. ഇങ്ങനെ ജട്ടി ഇട്ട് എന്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. നീ ഒന്ന് വെച്ചേ. അൺനെസസറി ജട്ടി ഇല്ലാത്ത മനുഷ്യന്മാരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മൾ. ഓ എന്നെ അവള് ജട്ടി ഇടാതെ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് അതാണ് അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല അലീന അയ്യപ്പോ എന്റെ സ്വാമി ഇതിന്റെയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുമല്ലോ. അയ്യോ അലീന ഈ ഒരു വട്ടം പോട്ടെ ഓക്കെ ഓക്കെ ജെട്ടി എടുക്കാനോ കുട്ടി എടുക്കാനോ ഞാൻ വരത്തില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാരെ ഏൽപ്പിക്കുക മനസ്സിലായോ അല്ല ജട്ടി എടുക്കാനോ? കഴുകാത്ത ജട്ടി ഇട്ട് നാറും പ്ലീസ് സംസാരിക്കരുത് പറയണേ ആ കുട്ടിയുടെ അടുത്ത് ഞാനൊരു സ്വാമിയാണ് സംസാരിക്കരുതെന്ന് പറയണേ പ്ലീസ് വേണ്ട എലി വേണ്ട നമ്മള് വരത്തില്ല മതി ഈ ജെട്ടി ഇടരുതെന്ന് പറയാം ചന്ദ്രനോട് ഓക്കെ ശരി ശരി എന്നാ. എന്തിന് Sir, ഉം. Pulale. I think sir expiry date no kingo. ഒരു സെക്കൻഡ് നോക്കട്ടെ ഒരു ഹലോ അണ്ണടുത്ത കോട് അണ്ണടുത്ത ഹലോ അണ്ണ ആരാ അണ്ണ ഞാനാ ചന്ദ്രൻ. ആ ചന്ദ്ര പറഞ്ഞോ അണ്ണ എന്താ ആരാന്ന് വെച്ചാ എന്റെ സൗണ്ട് മനസ്സിലായില്ലേ? ഇല്ല, പെട്ടെന്ന് മനസ്സിലായില്ല പറഞ്ഞോളൂ ഞാൻ ഒരു തിരക്കിലിരിക്കുവായിരുന്നു പറഞ്ഞോ നല്ല തിരക്കാണ് അണ്ണ ഭയങ്കര വെപ്രാളപ്പെട്ട് പറയുന്ന പോലെ. ആവറേജ് തിരക്കുള്ളൂ വായിലെന്തേലും ഉണ്ടാ? തണ്ണിമത്തൻ അല്ല okay. ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ലേ ചോക്ലേറ്റ് ഓക്കെ 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 അപ്പൊ ചോക്ലേറ്റ് ആണ് അത് കഴിച്ചോണ്ടിരിക്കണം അത് കഴിയും. പിന്നെ അണ്ണാ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞാ ഒരു ഗ്യാങ് ചോദിച്ചിട്ടുണ്ട് ഗണ്ണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ത് പറയണം? ഇല്ല ഞാൻ ഓൾറെഡി കണ്ണില്ലെന്ന് പറഞ്ഞായിരുന്നാ? ആ ഓക്കെ ഓക്കെ അപ്പൊ വേണ്ടല്ലോ കൊടുക്കണ്ടല്ലോ നല്ല പ്രൈസിലെല്ലാം കിട്ടി കൊടുക്കണോ? ഒരാൾക്കും കൊടുക്കണ്ട കണ്ണെടുത്ത മുട്ടാലും അല്ലേ ഒഴിക്കും വേണ്ട അതിന്റെ ആവശ്യമില്ല നമുക്കെന്തൊരു കാശ് അണ്ണന്റെ കാശുണ്ടല്ല Okay. ഈ ഓപ്ഷനൊക്കെ വരുന്ന സമയത്ത് അങ്ങ് വിളിച്ചാൽ മതി ചേട്ടാ അങ്ങ്. കഴിഞ്ഞ വർഷത്തെ തെണ്ടി തന്നല്ലേ നിനക്ക് ഈ വട്ടം തെണ്ടി തരാം അതിനാണ് ഇന്ന് എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് ഇരക്കാൻ പോവാ എന്തായാലും അതുകൊണ്ടാണ് അടുത്ത് ചോദിച്ചത്. വേണ്ട ഗാങ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. വെച്ചിട്ട് പോകൂടെ ശല്യം ചെയ്യാതെ വാലന്റൈൻസ് വീക്കിൽ ഓരോരുത്തന്മാര് പെണ്ണില്ലാതെ വരും ഹലോ ചന്ദ്ര പൊന്നാ പറ പൊന്നാ എന്താടി സൂപ്പറാണ്. ചന്ദ്ര മറ്റേ എടാ, ഒരു second, വാറിനിടുന്നില്ലേ വാറിനിടുന്ന റെഡ് കളർ ജോക്കി ജെട്ടി ഇല്ലേ ചന്ദ്രൻ മഴ നനയാതെ എടുത്തു വെക്കാൻ പറഞ്ഞേ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്യാങ് ഹൗസിൽ കയറി ചന്ദ്ര എപ്പോ കുറച്ചു ഒരു മണിക്കൂർ മുന്നേ ആരടുത്ത് വെച്ചിട്ടുണ്ടേ വെച്ചിട്ട് ഗ്യാങ്സിൽ കയറിയത്? ചന്ദ്രനല്ലേ പറഞ്ഞു വാറിനിടാനുള്ള ജെട്ടിയ വാറിനോടുള്ള ജെട്ടി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അത് സൂര്യക്ക് എത്താത്തോണ്ട് ഞാൻ കേറി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിലുണ്ട് സേഫാന്ന് പറയാൻ വിളിച്ചാ. ഇത് വെടികൊണ്ട മറ്റേ അകത്തോട്ട് ഉണ്ട കറത്ത മറ്റേ കവചമൊന്നുമല്ലല്ല അത്ര പെട്ടെന്ന് ഇത്ര ധൃതി എടുത്താ ചെയ്യാൻ വേണ്ടിട്ട്. ചന്ദ്രൻ ബാക്കിയുള്ള ദിവസം ജെട്ടി ഇടാറില്ല വാറിന് പോകുമ്പോ മാത്രമേ ഇടാറുള്ളൂ അത് എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് എടുത്തു വെച്ചാ. ഒരുമാതിരി തൊട്ടിത്തരം പറയല്ലേ. ഇനിയിപ്പം
വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ ഇനി വാറിന് പോവാതെ ഇരിക്കണ്ട കേട്ടോ. ഞാൻ അത് പറയാൻ വിളിച്ചേ. അലന്ന കേസൊക്കെ എന്താ പറയണേ? എന്താ ഇതൊക്കെ ഗാങ്സ്റ്ററിന്റെ അടുത്ത് ഞാൻ വേറെ കാര്യം പറയട്ടെ. നിന്റെ ജട്ടി കഴുകി തരാൻ വേണ്ടിയിട്ട് നിന്റെ പെണ്ണുമ്പിള്ള ഗ്യാങ് ഹൗസിനകത്ത് കയറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ CCTV കണ്ടല്ലോ. ഞാൻ വിളിച്ച നല്ല രീതിയിൽ പെണ്ണുമ്പിള്ള കൊച്ചൊക്കെ ഓക്കെ. ഇനി ജട്ടി കഴുകാനാണോ അത് കഴുകാനാണോ പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും കേറിയാൽ ഞാൻ അടിക്കും. ഞാൻ അവളടുത്ത് ചോദിച്ചു എന്ത് വെടികൊള്ളൊക്കെ കവചമല്ലാണോ നിനക്ക് ഇത്ര അത്യാവശ്യപ്പെട്ട് പോയി എടുക്കാനെന്ന്. ഹലോ മെസ്സേജ് ഇതെന്താ സൂര്യബോസ് എന്താ അയച്ചേക്കുന്നത്? இது வந்து அதாவது என்ன பண்ணாங்கன்னா அம்மாவும் அதுக்கப்புறம் அம்மா உள்ளே ஏறும்போது கெட்டி எடுக்கும்போது இந்த சின்ன மோள் என்ன செய்யறானா அவட பெட்டு மேலே லைட்டாக கழிச்சு போயிருப்பா. அதனால வாஷ் செய்துட்டு அவட ஒருங்கு போயிருப்பா. ஓகே தேங்க்யூ பாய். പോയോ പോയോ റിവെഞ്ച് തീർക്കാണ്. ഇന്നലെ ഇവളുടെ ഇത് കയറി മുള്ളിയായിരുന്നല്ലേ. എസ്കേപ്പ് പാർട്ടി കളിക്കുന്ന ആള്